വെൽക്കം ടു എംജസ് ലേണിംഗ് സ്പോട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജനറേറ്ററിന്റെ വർക്കിംഗ് കണ്ടു അല്ലേ? പക്ഷെ അതിനകത്ത് എന്തായിരുന്നു നമുക്ക് കിട്ടിയ കറണ്ട് എന്തായിരുന്നു? AC ആണ് അല്ലെ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ജനറേറ്റർ വെച്ചിട്ട് DC ഉണ്ടാക്കാൻ പറ്റും, അതായത് ഡയറക്റ്റ് കറണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു ജനറേറ്ററാണ് DC ജനറേറ്റർ. അപ്പൊ അതിന്റെ ഒരു ഫിഗർ നിങ്ങൾ കാണുന്നില്ലേ? ഇതും നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച DC മോട്ടറും സെയിം അല്ല, ഒരു വ്യത്യാസം പോലും ഇല്ല, എല്ലാം കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. ആകെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാല് DC മോട്ടറിനകത്ത് നമ്മൾ അങ്ങോട്ട് കറണ്ട് കൊടുക്കുകയായിരുന്നു ചെയ്യുന്നത്, ഇതിനകത്ത് നമുക്ക് ഇങ്ങോട്ട് കറണ്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ഫിഗർ വൈസ് ഒക്കെ സെയിം ആണ്. ഇവിടെ നമ്മളൊരു സ്വിച്ചും ബാറ്ററിക്കും പകരം നമ്മളൊരു ഗാലനോമീറ്റർ വെച്ചിട്ട് ഇത് മെഷർ ചെയ്യാൻ വേണ്ടി വെക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയായിരിക്കും? നമ്മൾ DC മോട്ടറിന്റെ വർക്കിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പാർട്സ് എല്ലാം അപ്പൊ സെയിം ആയിരിക്കും. അതായത് രണ്ട് മാഗ്നറ്റിക് പോൾസ്, ആർമേച്ചർ കോയില്, രണ്ട് സ്പ്ലിറ്റ് റിംഗ്സ് ആണ്, സ്ലിപ്പ് റിംഗ്സ് അല്ല, അത് മാറിപ്പോയത് സ്പ്ലിറ്റ് റിംഗ്സ് ആണ്, പിന്നെ രണ്ട് ബ്രഷസ്. ഇത്രയാണ് ഇതിന്റെ പാർട്സ്. അപ്പൊ നമ്മള് ഇതിനകത്ത് ഔട്ട്പുട്ട് വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. പക്ഷെ മോട്ടറിനകത്ത് എന്തായിരുന്നു, നമ്മള് കറണ്ട് ഇൻപുട്ട് ആയിട്ട് കൊടുത്തിട്ട് ആ റൊട്ടേഷണൽ എഫക്ട്, അതായത് മെക്കാനിക്കൽ എനർജിയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. പിന്നെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിത് AC ജനറേറ്ററിൽ പറഞ്ഞ പോലെ തന്നെ ഈ ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ ABCD എന്ന് വെച്ചാൽ ആർമേച്ചർ കോയിലിന്റെ ഒറ്റ ടേൺ ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. നമുക്ക് ഒരുപാട് ടേൺസ് ഉണ്ടാവും. അപ്പൊ അതിനകത്തൊരു സിമ്പിൾ ടേൺ ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ നമ്മളിത് ഈ ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ AB എന്നുള്ള പോർഷൻ മുകളിലേക്ക് പോകും, CD എന്നുള്ള പോർഷൻ താഴേക്ക് വരും. അപ്പൊ നമ്മുടെ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് ഡയറക്ഷൻ ഓഫ് കണ്ടക്ടർ തമ്പിനെ വെച്ചു. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിൽ. അപ്പൊ നമ്മുടെ കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മിഡിൽ ഫിംഗർ വെച്ചിട്ട് ആ ഡയറക്ഷനിലായിരിക്കും. ഇതിനകത്ത് കറണ്ട് AB എന്നുള്ള ഡയറക്ഷനിലായിരിക്കും. സെയിം സമയത്ത് CD എന്നുള്ള താഴോട്ടല്ലേ പോകുന്നത്. അപ്പൊ താഴോട്ട് പോകുമ്പോൾ നമ്മുടെ തമ്പിന്റെ ഡയറക്ഷൻ താഴോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട്, അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ ഇവിടേക്ക്. അപ്പൊ CD ഇങ്ങനെ വരും. അത് നമ്മൾ ഔട്ട്പുട്ടിൽ എടുക്കുന്ന സമയത്ത് ഈ CD ഇതിൽ വന്നത് B2 വന്നിട്ട് B1ലേക്ക്. അപ്പം ഫസ്റ്റ് ഹാഫിനകത്ത് B2 to B1 ആണ് കറണ്ടിന്റെ ഡയറക്ഷൻ. ഇനി നിങ്ങൾ നോക്കി, ഇത് റൊട്ടേറ്റ് ചെയ്ത് തിരിച്ചു. അങ്ങനെയാവുന്ന സമയത്ത് ഇതിന്റെ A, B, C, D എന്നായിരിക്കും. ഇങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഡയറക്ഷൻ എങ്ങനെയാ? CD മേലേക്ക് ആയിരിക്കും, AB എന്നുള്ളത് താഴോട്ടായിരിക്കും. അപ്പൊ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ച് നോക്കുകയാണെങ്കിൽ CD മുകളിലേക്ക് പോകും, നോർത്ത് ടു സൗത്ത് മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, D to C ആണ്. ഇവിടെ എങ്ങനെയായിരിക്കും? B to A ആയിരിക്കും. ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? ഇതിലൂടെ വന്ന് B2 നിന്ന് Bയിലേക്ക്. അപ്പം സെക്കൻഡ് ഹാഫ് റൊട്ടേഷനിലും B2 to B1 ആയിരിക്കും കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പൊ ഫസ്റ്റ് ഹാഫിൽ എങ്ങനെയാണ് നമ്മൾ ആർമേച്ചറിലെ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാല് ABCD ആയിരുന്നു ഫസ്റ്റ് ഹാഫിലുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ ആർമേച്ചർ കോയിലിനകത്ത്. സെക്കൻഡ് ഹാഫിന്റെ ടൈമില് കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരുന്നു? DCBA. പക്ഷെ നമ്മുടെ രണ്ട് ഹാഫിനകത്തും നമ്മുടെ ഔട്ട്പുട്ട് സർക്യൂട്ടിലുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും B2 to B1 ആണ്, അതായത് സെയിം ഡയറക്ഷൻ തന്നെയാണ്. അതെന്തുകൊണ്ടാണ്? നമ്മള് AC-ക്കകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സ്ലിപ്പ് റിംഗ്സ് ആയിരുന്നു അല്ലെ? അതായത് ഇതിലൂടെ പോകുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ അങ്ങോട്ട് കൂടെ മാറുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കേ, ഈ B1 എന്നുള്ള ബ്രഷ് അല്ലെങ്കിൽ R1 എന്നുള്ള സ്ലിപ്പ് റിംഗ് എപ്പോഴും ഈ മുകളിലേക്ക് പോകുന്ന ഭാഗമായിട്ടായിരിക്കും കോണ്ടാക്ട് വരുന്നത്. B2 എന്നുള്ളത് എപ്പോഴും താഴേക്ക് വരുന്ന പോർഷൻ ആയിട്ടായിരിക്കും കോണ്ടാക്ട് വരിക. അതായത് ഇപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് ഈ R1 എന്ന് പറഞ്ഞാൽ ഈ AB ഡയറക്ഷനിലുള്ളതായിട്ട് കണക്ഷൻ വരുന്നതാണ്. R2 എന്ന് പറഞ്ഞാൽ ഈ CD എന്നുള്ളതായിട്ട് കണക്ഷൻ വരുന്നതാണ്.
സെക്കൻഡ് ഹാഫ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ R1 എന്നുള്ളത് തിരിഞ്ഞ് B2ന്റെ സൈഡിലെത്തും, ഈ R2 എന്നുള്ളത് തിരിഞ്ഞ് B1ന്റെ സൈഡിലെത്തും. പക്ഷെ അപ്പോഴും ഇവിടെയുള്ള ഡയറക്ഷൻ എപ്പോഴും മുകളിലേക്കാണ്. ആ മുകളിലേക്ക് പോണ ഡയറക്ഷനുള്ള ഭാഗത്താണ് എപ്പോഴും ബ്രഷ് B1 ഉള്ളത്. അതേപോലെ താഴേക്ക് വരുന്ന ഡയറക്ഷനിലാണ് എപ്പോഴും B2 എന്നുള്ളത് കോണ്ടാക്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ടിനകത്ത് എപ്പോഴും ഇങ്ങോട്ടല്ലേ കറണ്ട് വരുന്നത്, ഇവിടുന്ന് ആ ഡയറക്ഷനിലേക്കാണ് കറണ്ട്. അപ്പൊ എപ്പോഴും ബ്രഷസ് കോണ്ടാക്ട് ആയി വരുന്നത് എപ്പോഴും ഇവിടെ താഴോട്ട് പോകുന്ന ആർമേച്ചറിലും ഇവിടെ മേലേക്ക് പോകുന്ന ആർമേച്ചറിലും ആയിരിക്കും ബ്രഷിന്റെ കോണ്ടാക്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ടിനകത്തുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ എപ്പോഴും സെയിം ആയിരിക്കും. അപ്പൊ നിങ്ങൾ മറ്റേ AC ആയിട്ട് ഇതിനകത്ത് ഡൗട്ട് വരാൻ പാടില്ല. ഈ ഒരു കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെ വരച്ചു, ABCD ആണെങ്കിൽ നമ്മുടെ സ്ലിപ്പ് റിംഗ് ആണെങ്കിൽ ഈ ഒരു രീതിയിലായിരുന്നു. അതായത് ഈ AB ആയിട്ടാണ് എപ്പോഴും ഇതിന് കണക്ഷൻ വരിക. അപ്പൊ ഈ ഒരു പോർഷനിൽ AB മുകളിലേക്ക് പോകുമ്പോൾ കറണ്ട് ഇങ്ങോട്ടും, അവിടെ എത്തുമ്പോൾ AB താഴോട്ട് വരുമ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് വരും. അപ്പൊ ഈ ഒരു ബ്രഷിലൂടെ എപ്പോഴും മുകളിലേക്ക് പോകുമ്പോഴുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും, താഴേക്ക് വരുമ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് വരും. പക്ഷെ നിങ്ങൾ ഈ സ്പ്ലിറ്റ് റിംഗിന്റെ സമയത്ത് AB മുകളിലേക്ക് പോകുമ്പോൾ അത് B1 രീതിയിൽ വന്ന് CD എന്നുള്ളത് ഇങ്ങോട്ട് പാസ് ചെയ്യും. പക്ഷെ ഇങ്ങോട്ട് പോകുമ്പോഴും AB താഴോട്ടാണ് പോകുന്നത്. പക്ഷെ അപ്പോഴും B2 തന്നെയാണ് അവിടെ കോണ്ടാക്ട് വരുന്നത് ഈ റിംഗ്. കാരണം ഈ റിംഗ് നേരെ തിരിഞ്ഞ് B2ലേക്ക് പോകും. അപ്പൊ എപ്പോഴും താഴോട്ട് പോകുന്ന പോർഷൻ എപ്പോഴും B2 ആയിട്ട് കോണ്ടാക്ട് ആയിരിക്കും, മേലേക്ക് വരുന്ന പോർഷൻ എപ്പോഴും B1 ആയിട്ടായിരിക്കും കോണ്ടാക്ട്. അതുകൊണ്ടാണ് ഇതിനകത്ത് കറണ്ടിന്റെ ഡയറക്ഷനിൽ ചേഞ്ച് ഇല്ലാതെ. പക്ഷെ ഇതിനകത്ത് എങ്ങനെയായിരുന്നു, ഫസ്റ്റ് ഹാഫിൽ ഈ B1ന്റെ കോണ്ടാക്ട് വെച്ച് നോക്കുമ്പോൾ മുകളിലേക്കായിരിക്കും, സെക്കൻഡ് ഹാഫിൽ ഈ B1 വെച്ച് നോക്കുമ്പോൾ ഇത് താഴോട്ടായിരിക്കും. അതുകൊണ്ടാണ് ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. അതായത് ഇത് ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യാണ്, അതുകൊണ്ടാണ് ആ ഡയറക്ഷൻ മാറുന്നത്. പക്ഷെ ഇതിനകത്ത് എന്താ, ഫസ്റ്റ് ഹാഫിൽ ഇത് ഇവിടെ കോണ്ടാക്ട് വരും, സെക്കൻഡ് ഹാഫിൽ അവിടെയാണ് കോണ്ടാക്ട് വരുന്നത്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ലോജിക്കായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ തന്നെ ഒന്ന് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് ഓരോ കണ്ടീഷനിൽ ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മളിപ്പം DC ജനറേറ്റർ പഠിച്ചു. അപ്പൊ നമ്മൾ ഇനി നോർമലി നമുക്ക് ജനറേറ്റ് ചെയ്യാനുള്ള 3 മെത്തേഡ്സ് പറഞ്ഞാൽ ഒന്ന് AC ജനറേറ്റർ, പിന്നെ ഒന്ന് DC ജനറേറ്റർ, പിന്നെ നമ്മൾ നോർമൽ ബാറ്ററി DC ബാറ്ററി വെച്ചു. ഈ 3 EMFന്റെ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, അതായത് AC ജനറേറ്ററിന്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അല്ലെ, ഈ രീതിയിലാണ് ഗ്രാഫ് കിട്ടുന്നത്. DC ജനറേറ്ററിന്റെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പൾസ് പോലെയാണ്, അതായത് സഡൻ ആയിട്ടുള്ള പൾസ് പോലെയാണ് ഗ്രാഫ് കിട്ടുന്നത്. DC ബാറ്ററി ആണെങ്കിൽ നമുക്ക് സ്റ്റഡി ആയിട്ടായിരിക്കും അതിനകത്തുള്ള EMF നമ്മുടെ ഗാൽവനോമീറ്റർ വെച്ച് നോക്കുന്ന സമയത്ത്. അപ്പൊ നമ്മുടെ DC ജനറേറ്ററിന്റെ കേസിൽ നമ്മൾ ആ ഫിഗർ വെച്ച് താഴെ ഒരു ഗാൽവനോമീറ്റർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്ത് നീഡിലുണ്ട്. അത് നമ്മൾ നോക്കുന്ന സമയത്ത് അത് എപ്പോഴും ഒരു സൈഡിലേക്കായിരിക്കും ഡിഫ്ലക്ട് ചെയ്യാം. കാരണം എന്താ, നമുക്ക് കറണ്ടിന്റെ ഡയറക്ഷൻ അതിനകത്ത് ചേഞ്ച് ചെയ്യുന്നില്ല, എപ്പോഴും ഒരേ ഡയറക്ഷനിലായിരിക്കും കറണ്ട്. ഏത് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴും ഫസ്റ്റ് ഹാഫിനകത്തായാലും സെക്കൻഡ് ഹാഫിനകത്തായാലും കറണ്ടിന്റെ ഡയറക്ഷൻ എപ്പോഴും സെയിം ആയിരിക്കും. അപ്പൊ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ എപ്പോഴും ഏതെങ്കിലും ഒരു സൈഡിലേക്കായിരിക്കും ഡിഫ്ലക്ട് ചെയ്യാം. പക്ഷെ അത് സ്റ്റഡി ആയിട്ടുള്ള നിൽക്കുക, കാരണം അതിനകത്ത് ചെറിയ ചെറിയ ഇങ്ങനെ ഫ്ലക്ച്വേഷൻ പോലെ തന്നെ നീഡിൽ ഇങ്ങനെ ഡിഫ്ലക്ഷനകത്ത് മാറിക്കൊണ്ടിരിക്കും. കാരണം എന്താ വെച്ചാൽ അതിനകത്ത് ഉണ്ടാകുന്ന EMF, നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന EMF ഉണ്ടല്ലോ, അതിന്റെ വാല്യൂ ചെറുതായിട്ട് മാറുന്നുണ്ട്, അതായത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ AC ജനറേറ്ററിൽ കണ്ട സെയിം റീസൺ ആണ്. എന്തായിരുന്നു, നമ്മളൊരു ആർമേച്ചർ കോയിൽ ഈ ഒരു രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കട്ട് ചെയ്യുന്നത് കുറവാണ്. അപ്പം ഈ ഒരു 0 ഡിഗ്രിയിലാണെങ്കിൽ EMF ജനറേറ്റ് ചെയ്ത് 0 ആയിരിക്കും, കാരണം ഒറ്റ മാഗ്നറ്റിക് ഫീൽഡും കട്ട് ചെയ്യുന്നില്ല. 90 ആവുന്ന സമയത്ത് മാക്സിമം മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്യും, അപ്പൊ മാക്സിമം EMF ഇൻഡ്യൂസ് ചെയ്യും. വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് താഴെ എത്തുന്ന സമയത്ത് 0 ആയിരിക്കും EMF ഇൻഡ്യൂസ്ഡ്. വീണ്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി ആവുന്ന സമയത്ത് മാക്സിമം EMF ജനറേറ്റ് ചെയ്യും. ആ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് മാഗ്നിറ്റ്യൂഡ് മാറുന്നത്. പക്ഷെ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല, എപ്പോഴും പോസിറ്റീവ് തന്നെ ആയിരിക്കും. പക്ഷെ ഇതിനകത്ത് എന്താ വെച്ചാല് മാഗ്നിറ്റ്യൂഡും മാറുന്നുണ്ട്, ഡയറക്ഷനും മാറുന്നുണ്ട്. അതാണ് AC ജനറേറ്ററിന്റെ എങ്ങനെ, അതായത് ഫസ്റ്റ് ഹാഫിനകത്ത് 0 ഡിഗ്രി ആവുന്ന സമയത്ത് 0 കറണ്ട് ആയിരിക്കും, 90 ഡിഗ്രി ആവുന്ന സമയത്ത് മാക്സിമം കറണ്ട്, വീണ്ടും 180 ആകുമ്പോൾ 0 കറണ്ട് ആയിരിക്കും, 270 ആവുന്ന സമയത്ത് ഡയറക്ഷൻ മാറിയപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മാക്സിമം. ആ രീതിയിൽ അത് പോകും. പക്ഷെ DC ജനറേറ്ററിന്റെ സമയത്ത് 0 ഡിഗ്രി ആവുന്ന സമയത്ത് 0,
90 ഡിഗ്രി ആവുന്ന സമയത്ത് മാക്സിമം ഇ എം എഫ്, 180 ആവുന്ന സമയത്ത് 0 ആയിരിക്കും. വീണ്ടും 270 ആവുന്ന സമയത്ത് നമ്മൾ കണ്ടു ബ്രഷസിനകത്ത് എപ്പോഴും ഡയറക്ഷൻ സെയിം തന്നെയായിരിക്കും. അപ്പൊ സെയിം ഡയറക്ഷൻ തന്നെയായിരിക്കും. പക്ഷെ വീണ്ടും 90 ആവുമ്പോൾ മാക്സിമം 0 ആവുന്ന സമയത്ത് 0, വീണ്ടും 90 ആവുമ്പോൾ മാക്സിമം ആ രീതിയിൽ ഒരേ ഡയറക്ഷൻ തന്നെയായിരിക്കും. പക്ഷെ എന്താണ് അതിനകത്ത് ഇ എം എഫ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഉണ്ട്, കാരണം നമ്മൾ ആ ആംഗിൾ മാറുന്നതിനനുസരിച്ച്. പക്ഷെ ഡി സി ബാറ്ററി ആണെങ്കിൽ നമുക്കറിയാം അതിനകത്തുള്ള കെമിക്കൽ റിയാക്ഷൻ കാരണമാണ് അതിനകത്തുള്ള ഫ്ലോ നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളത് കാരണം അതിനകത്തുള്ള ഇ എം എഫിന്റെ വാല്യൂ എപ്പോഴും സ്റ്റഡി ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ ഒരു ചെറിയ ബാറ്ററി 1.5 വോൾട്ട് ബാറ്ററി ഒക്കെ എടുക്കുകയാണെങ്കിൽ എപ്പോഴും അതിനകത്ത് കിട്ടുന്നത് 1.5 ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അതിനകത്ത് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവില്ല. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഡി സി ജനറേറ്റർ ജനറേറ്റേഴ്സ് എന്നുള്ള പോർഷനിൽ പഠിക്കാനുള്ളത്. എങ്ങനെയാണ് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. എ സി ജനറേറ്ററും ഡി സി ജനറേറ്ററും അതിന്റെ ഫിഗർ വെച്ചിട്ട് നിങ്ങൾ പഠിക്കണം. കാരണം ചിലപ്പോൾ ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഫിഗർ തന്നിട്ട് ഇത് ഏതിന്റെ ഫിഗർ ആണെന്നുള്ള രീതിയിൽ ചോദിക്കാം. അതായത് സ്പ്ലിറ്റ് റിംഗ് അല്ലെങ്കിൽ സ്ലിപ്പ് റിംഗ് ആയിരിക്കും തരിക. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ അത് ജനറേറ്റർ ഏത് ജനറേറ്റർ ആണെന്ന് നോക്കണം. എ സി ജനറേറ്റർ ആണോ ഡി സി ജനറേറ്റർ ആണോ എന്നുള്ളത് ആ റിംഗ് വെച്ചിട്ട്. സ്പ്ലിറ്റ് റിംഗ് ആണെങ്കിൽ ഡി സി ആയിരിക്കും, സ്ലിപ്പ് റിംഗ് ആണെങ്കിൽ എ സി ആയിരിക്കും. അതേപോലെ തന്നെ ഔട്ട്പുട്ട് സർക്യൂട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഔട്ട്പുട്ടിനകത്ത് ഗാൽവനോമീറ്റർ ആണെങ്കിൽ അത് ജനറേറ്റർ ആണ്. നേരെ മറിച്ച് ഔട്ട്പുട്ട് സർക്യൂട്ടിനകത്ത് നമ്മൾ ബാറ്ററിയും സ്വിച്ചും ആണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ കറണ്ട് ഉള്ളിലോട്ട് കൊടുക്കുകയാണ്. അപ്പൊ അത് മോട്ടർ ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി നമുക്ക് പഠിക്കാനുള്ള പോർഷൻ ആണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നുള്ളത്. അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.